ഒരിടവേളയ്ക്ക് ശേഷം വമ്പൻ ആക്രമണവുമായി ഇസ്രായേൽ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വെടിനിർത്തൽ ലംഘനത്തിൽ 31 ഭീകരരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. ഇപ്പോഴിതാ ഗാസയിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രായേൽ നടത്തുമ്പോൾ അത് വലിയ രീതിയിലുള്ള വീണ്ടുമുള്ള ചർച്ചകൾക്ക് വഴിവെക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നമുക്കറിയാം, ഇസ്രായേൽ തുടങ്ങിയ ആക്രമണം ഇതുവരെ ഇസ്രായേൽ അവസാനിപ്പിച്ചിട്ടില്ല. ഇടയ്ക്ക് വെടിനിർത്തൽ ഉണ്ടാകുമെങ്കിലും ആ വെടിനിർത്തൽ എല്ലാം തന്നെ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ്. ഗാസയിൽ ഇസ്രായേൽ ഇപ്പോൾ നടത്തിയ ഏറ്റവും പുതിയ ആക്രമണത്തിൽ കുറഞ്ഞത് 31 പേരെങ്കിലും കൊല്ലപ്പെട്ടിരിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ ലഭിക്കുന്നു. ഇസ്രായേലിന് US അടുത്തിടെ അംഗീകരിച്ച $6.6 ബില്യൺ ആയുധ വിൽപ്പനയും ഇതോടൊപ്പം നമുക്ക് ചേർത്ത് വായിക്കേണ്ട ഒരു സംഭവമാണ്. എന്തായാലും ഗാസ സിറ്റിയിലും ഖാൻ യൂനിസിലും പുലർച്ചെ മുതൽ ഇസ്രായേൽ നടത്തിയ ഒന്നിലധികം ആക്രമണത്തിലാണ് ഈ ഭീകരർ മരിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത്. പക്ഷേ പലസ്തീൻ പറയുന്നത് ഇതിൽ 6 കുട്ടികളുണ്ട് എന്നുള്ളതാണ്. ഈജിപ്തുമായുള്ള റാഫ അതിർത്തി ഇസ്രായേൽ വീണ്ടും തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിന് ഒരു ദിവസം മുമ്പാണ് ഉപരോധിക്കപ്പെട്ട ഗാസ മുനമ്പിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഗാസയിലേക്കുള്ള സഹായം ഏകോപിപ്പിക്കുന്നതിന് ഉത്തരവാദികളായിട്ടുള്ള ഇസ്രായേലി സൈനിക സംഘടനയായിട്ടുള്ള COGAT റഫ ക്രോസിംഗ് തുറക്കുമ്പോൾ പരിമിതമായ ആളുകളുടെ നീക്കം മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഒക്ടോബർ ആദ്യം ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നതിനു ശേഷം ഇസ്രായേൽ കുറഞ്ഞത് 509 പലസ്തീനികളെ കൊല്ലുകയും 1405 പേർക്ക് അവിടെ പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ അൽ ജസീറ എന്ന് പറയുന്ന മാധ്യമം പുറത്തുവിടുന്ന റിപ്പോർട്ട്. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ റാമല്ലയ്ക്കടുത്തുള്ള ജൽസോൺ ക്യാമ്പിൽ ഇസ്രായേൽ സൈന്യം അതിക്രമിച്ചു കയറി വെടിയുതിർക്കുകയും 15ഉം 16ഉം വയസ്സുള്ള 2 കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന, ആഗോള ഇസ്ലാമിക ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന അൽ ജസീറ എന്ന് പറയുന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തു തന്നെയായിരുന്നാലും ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നു എന്നും പറയുന്നു. കാരണം ഇസ്രായേൽ വീണ്ടും ആക്രമണം തുടങ്ങിയിരിക്കുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ വീണ്ടും കളത്തിൽ ഇറങ്ങിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.